സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി 17 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. 18-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലെത്തും. സ്ഥാനാർത്ഥികളെല്ലാം പോരാട്ട വീര്യത്തിലാണ്. എല്ലാവരും തിരക്കിട്ട പ്രചാരണത്തിലുമാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനമാണ് നാളെ. മറ്റന്നാളാണ് ലഭിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. വ്യാഴാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാൻ അവസരം ഉണ്ടാകും. തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ്, കോഴിക്കോട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി, കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീം എന്നിവർ ചേരും. ആദ്യം അർജുനിലേക്ക്. അർജുൻ, എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അതിവേഗത്തിൽ നീക്കം നടത്തുകയാണ്. എന്തായാലും എല്ലാവരും തന്നെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നാമനിർദ്ദേശ പത്രികയുടെ അവസാന ഘട്ടം മാത്രമാണ് മുന്നിലുള്ളത്. ഈ തെക്കൻ മേഖലയിലെ പ്രചാരണം ഏത് രീതിയിലാണ്? രുചീഷ്, വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ എല്ലാ മുന്നണികളും നടത്തുന്നത്. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് മുന്നിൽ ഉള്ളതുകൊണ്ട് എന്നുള്ളത് ധൃതി പിടിച്ച് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് മുന്നണികൾ. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമാണ് ഇത്തവണ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നാളെ മുഖ്യമന്ത്രിയുടെ തെക്കൻ ജില്ലകളിലെ പര്യടനം തുടങ്ങും. പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് മുഖ്യമന്ത്രി പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിടുക. ഒരു ജില്ലയിൽ 4 പ്രചാരണ പരിപാടികൾ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി പ്രചാരണം നടത്തും. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള പ്രചാരണങ്ങൾക്ക് CPM തയ്യാറെടുത്തു കഴിഞ്ഞു. ഒപ്പം തന്നെ കോൺഗ്രസും സമാനമായി ദേശീയ തലത്തിൽ നിന്നുള്ള നേതാക്കളെ പങ്കെടുപ്പിച്ച് പ്രചാരണങ്ങൾ തുടങ്ങുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രചാരണ രംഗത്ത് ഇറങ്ങുകയാണ്. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായും നേതാക്കൾ മുന്നോട്ട് പോവുകയാണ്. ചില പ്രധാനപ്പെട്ട നേതാക്കൾ നാളെയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. BJPയും തെക്കൻ ജില്ലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തവണ പ്രതീക്ഷ വയ്ക്കുന്ന ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അവിടെ 3 ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം ഉണ്ട് എന്നുള്ളത് എല്ലാ പാർട്ടികളും വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ ആർക്കും ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത്. അതിൽ നേമത്തെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അവിടെ സംസ്ഥാന അധ്യക്ഷനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രചാരണം നടത്തി കഴിഞ്ഞു BJP. അവിടെയാണ് അവർ ഏറ്റവും വലിയ പ്രതീക്ഷ വെക്കുന്നത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ കാലയളവിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകിയ ഇടങ്ങളിൽ ഒന്നാണ് തെക്കൻ ജില്ലകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഭൂരിപക്ഷം സീറ്റുകളും നേടാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന്റെ സീറ്റ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിരുന്നു. ഇത്തവണയും സമാനമായിട്ടുള്ള ഒരു സീറ്റുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇടതുപക്ഷത്തിന് ഉണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് 13 കഴിഞ്ഞ വട്ടം ജയിച്ചു. അത്രയും സീറ്റുകൾ നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ അവർക്ക് ഉണ്ട്. കൊല്ലത്തും സമാനമാണ്. 9 കഴിഞ്ഞ തവണ ജയിച്ചു. പത്തനംതിട്ടയിൽ 5 ജയിച്ചു. ആലപ്പുഴയിൽ 8 ജയിച്ചു. അങ്ങനെ മൃഗീയമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം എല്ലാ ജില്ലകളും തെക്കൻ ജില്ലകളിൽ ഇടതുപക്ഷത്തിന് കൊടുത്തിട്ടുണ്ട്. ആ സീറ്റുകൾ ഇടതുപക്ഷത്തിന് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതായിരിക്കും അവരുടെ വിജയ സാധ്യതയെ കൂടി പരിഗണിക്കുന്നത്. UDF ആണെങ്കിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലകളിലൊക്കെ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ്, വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ജയിച്ചു കയറാമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനും ഉണ്ട്. ഒപ്പം പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലൊക്കെ കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ UDFനുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും 71 എന്നുള്ള ഭൂരിപക്ഷത്തിലേക്ക് UDFന് എത്താൻ കഴിയൂ. മറ്റ് വടക്കൻ മധ്യ ജില്ലകളെ പരിഗണിക്കുന്നത് പോലെ തന്നെ വലിയ പ്രതീക്ഷ UDFും വെച്ച് പുലർത്തുന്ന ജില്ലകളാണ് തെക്കൻ ജില്ലകളിലും ഉള്ളത്. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ പ്രതീക്ഷയുള്ള ഇടങ്ങൾ എന്ന നിലയ്ക്ക് കൂടി ശ്രദ്ധേയമാണ്. അതിനനുസരിച്ചുള്ള പ്രചാരണ പരിപാടികളാണ് UDFും LDFും BJPയും തെക്കൻ ജില്ലകളിൽ നടത്തുന്നത്. ശരി അർജുൻ രാജ്, അത് തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളൊക്കെ അത് ത്രികോണപ്പോരിൽ ഏറ്റവും ശക്തമായ മണ്ഡലങ്ങളാണ്. നമുക്ക് മലബാറിലെ സാഹചര്യം കൂടി ഒന്ന് നോക്കാം. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ് കോഴിക്കോട് നിന്ന്. പ്രസാദ്, മലബാറിൽ ഒരുപക്ഷെ CPMന്റെ കോട്ടയിൽ തന്നെ വിമതർ വരുന്നതോടെ തന്നെ കണ്ണൂരിൽ ചില സാഹചര്യങ്ങൾ വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരവും കാസർഗോഡ് മണ്ഡലവും അതോടൊപ്പം പാലക്കാട് മണ്ഡലവും ഒക്കെ ഒരു ത്രികോണപ്പോരിന്റെ ആവേശം അവിടെ കാണാം. ആ അർത്ഥത്തിൽ ഈ മണ്ഡലങ്ങൾ, ഈ ജില്ലകളെല്ലാം തന്നെ വലിയ ആവേശത്തോടെ തന്നെ പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. മുസ്ലിം ലീഗിന്റെ കോട്ടകളുള്ള മലപ്പുറമുണ്ട്. അവിടെയും ഏതെങ്കിലും തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയൊക്കെ വെച്ച് പിടിച്ച് നിൽക്കാൻ പറ്റും എന്ന പ്രതീക്ഷ ഇടതുപക്ഷം വെച്ച് പുലർത്തുന്നു. അതോടൊപ്പം ഈ മേഖലകളിൽ നിന്ന് കൂടുതൽ സീറ്റ് ഉറപ്പിക്കണം UDFന് അധികാരത്തിലെത്താൻ.
തീർച്ചയായും രുചിഷ്, ഇപ്പോൾ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ 60 സീറ്റുകളാണുള്ളത്. അതിൽ ഒരു 20 എടുത്തു പറയണം. വയനാട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും നല്ല മത്സരം നടക്കുന്നത് മഞ്ചേശ്വരത്ത് തന്നെയാണ്. മഞ്ചേശ്വരത്ത് മുൻ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമോ, ഒരു കന്നി വിജയം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത്. കാസർഗോഡാണെങ്കിലും ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നു. കണ്ണൂരിലേക്ക് വരുമ്പോഴാണ് രുചിഷ് പറഞ്ഞതുപോലെ തന്നെ CPIM കഴിഞ്ഞ നാളുകളിൽ ഒന്നും നേരിടാത്ത വിധത്തിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നേരിടുന്നത്. തളിപ്പറമ്പിലാണെങ്കിലും അതോടൊപ്പം തന്നെ പയ്യന്നൂരിലാണെങ്കിലും CPM-ന്റെ വിമതർ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അവിടെ ജനവിധി തേടുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിൽ CPM-ൽ നിന്ന് എങ്ങനെ എത്രത്തോളം പിന്തുണ ഇവർക്ക് കിട്ടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കെ സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിനെയും വലിയ തോതിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹം പാർട്ടിക്ക് പൂർണ്ണമായും കീഴ്പ്പെടുകയും മത്സരിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ പാർട്ടിയുടെ അംഗീകാരമില്ലാതെ മത്സരിക്കാനോ അല്ലെങ്കിൽ സ്വതന്ത്രനാകാനോ ഒന്നും തന്നെ താല്പര്യമില്ല എന്നറിയിച്ചോടുകൂടി തന്നെ അത് കോൺഗ്രസിന് അത് വലിയ തലവേദന ഒഴിവായി കിട്ടി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് പേരാവൂർ മണ്ഡലമാണ്. പേരാവൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അതോടൊപ്പം KK ശൈലജയും തമ്മിലുള്ള പോരാട്ടമാണ്. അത് എങ്ങനെയാണ് രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി നേരിട്ടാൽ, സണ്ണി ജോസഫിന് തിരിച്ചടി നേരിട്ടാൽ UDF-ന് ഭരണം കിട്ടുകയും അദ്ദേഹത്തിന് തിരിച്ചടി നേരിടുകയും ചെയ്താൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശൈലജയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ നിന്ന് മാറ്റി ഏറ്റവും കൂടുതൽ UDF വിജയിച്ചിട്ടുള്ള ഒരു മണ്ഡലത്തിലേക്ക് അവരെ മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് അതിനകത്തൊരു പ്രശ്നം. ശൈലജ തോൽക്കുന്ന സാഹചര്യം വന്നാൽ അത് പാർട്ടിയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കോഴിക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ശക്തമായ മത്സരം നടക്കുന്നു എന്നത് ബേപ്പൂരിൽ തന്നെയാണ്. അവിടെ PV അൻവറും മുഹമ്മദ് റിയാസും മത്സരിക്കുമ്പോൾ എന്താകും? മണ്ഡലത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷം തന്നെയാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും PV അൻവർ പറയുന്ന മരുമോനിസം അവസാനിപ്പിക്കുമെന്ന ഒരു ടാഗ് ലൈനോടുകൂടി പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ അതിന് എത്രത്തോളം പിന്തുണ കിട്ടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൊടുവള്ളിയിലേക്ക് ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അവിടെ ലീഗ് വിമതനായി പെരുകയും ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി 2016 വിജയിക്കുകയൊക്കെ ചെയ്ത കാരാട്ട് റസാക്ക് അദ്ദേഹം ലീഗിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നുള്ളതാണ്. അവിടെ കൊടുവള്ളിയിൽ ലീഗിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം അവർക്ക് പരിഹരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് കാരാട്ട് റസാക്കിന്റെ തിരിച്ചുപോക്ക്. പേരാമ്പ്രയിൽ LDF കൺവീനർ മത്സരിക്കുന്നു. അവിടെ മുസ്ലിം ലീഗിന്റെ ഫാത്തിമ തഹലിയാണ് എതിർ സ്ഥാനാർത്ഥി. എത്രത്തോളം ശക്തമായ മത്സരമാണ് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കുറ്റ്യാടിയിലാണെങ്കിൽ കഴിഞ്ഞ 400 വോട്ടിൽ താഴെയാണ് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് അവിടെ പരാജയപ്പെട്ടത്. അപ്പോൾ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മേഖലയായി കുറ്റ്യാടി, അതോടൊപ്പം തന്നെ പേരാമ്പ്ര, നാദാപുരം, കൊയിലാണ്ടി ആ മേഖല മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മേഖലകളാണ്. ഇത്തവണ ഏറ്റവും കൂടുതൽ UDF പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് ഒരു വലിയ വിള്ളലുണ്ടാക്കുക എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലമാണ് അവർ അതിനെ പ്രതീക്ഷ വെക്കുന്ന ഒരു കാര്യം. മലപ്പുറത്തേക്ക് വന്നാൽ ലീഗിനായിരുന്നു തലവേദനകൾ എല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ ഏറെക്കുറെ പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മങ്കടയിൽ ഇപ്പോൾ കുന്നത്ത് മുഹമ്മദ് LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരൂരങ്ങാടിയിൽ പ്രശ്നമുണ്ടായിരുന്നു. രണ്ടത്താണിയുടെ കലാപം അത് പിന്നീട് കെട്ടടങ്ങുകയും ലീഗിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം തുടരുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പൊന്നാനിയിലേക്ക് വരികയാണെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ ഒരു മണ്ഡലമാണ്. മലപ്പുറത്ത് സുരക്ഷിത മണ്ഡലം എന്ന് CPM-ന് പറയാൻ കഴിയുന്ന ഒരു മണ്ഡലം പൊന്നാനിയാണ്. പക്ഷേ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട്. അതൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട്ടേക്ക് വന്നാൽ നേരത്തെ രുചിഷ് പറഞ്ഞതുപോലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് പാലക്കാട് മണ്ഡലം തന്നെയാണ്. അവിടെ പിഷാരടി, അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ, NMR റസാക്ക് ഇപ്പോൾ തന്നെ ഡീൽ ആരോപണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപണം കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. CPIM ഇത്തവണ ആ പ്രാദേശികമായി പിന്തുണയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അവരുടെ ഒരു വിജയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരീക്ഷണം എന്ന് തന്നെ പറയാം. അത് ജനങ്ങൾ ഏറ്റെടുക്കുമോ എന്നുള്ളതൊക്കെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും മലബാർ മേഖലയിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മത്സരം തന്നെയാണ് എല്ലാ ഇടങ്ങളിലും ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി നിൽക്കുന്നത് ഈ പറയുന്നത് പോലെ കണ്ണൂർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള CPM-നകത്തുള്ള വിള്ളൽ, അവിടെ വിമതർ, അത് കണ്ണൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സംഘടനാ കെട്ടുറപ്പ് ഉണ്ട് എന്ന് CPIM അഭിമാനത്തോടു കൂടി പറയുന്ന കണ്ണൂരിലാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വിമതരായി വരുന്നത് എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രധാന ഒരു ശ്രദ്ധേയമായ കാര്യം.